ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. King of Cups, Queen of Cups, Queen of Wands, Three of Pentacles, Three of Wands, Page of Swords, Three of Cups. Oh my God, 3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, Ace of Pentacles, Knight of Wands, ബോട്ടത്തിൽ വന്നിരിക്കുന്ന 7 of Cups ആണ്. അപ്പോൾ ഫസ്റ്റ് 4 of Cups ആണ്. ഇപ്പോൾ ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു പ്രതീക്ഷയില്ല. അവർക്ക് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അവർക്കിപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മേൽ. ആ വ്യക്തി ആ സമയത്ത് അവിടെ അത്രയും ആത്മാർത്ഥതയോടെയും ധാരാളം വാഗ്ദാനങ്ങളും കൊടുത്തു നിന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നിലും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നില്ല, ഒന്നിനെ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലക്ക്, ഭാഗ്യം, ആ സൈക്കിളെല്ലാം നമുക്ക് അനുകൂലമായി വരുന്നതാണ്. പക്ഷേ ഇവിടെ റിവേഴ്സാണ്. ആ വ്യക്തി ആ തേർഡ് പാർട്ടിയോട് നിന്നതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രപഞ്ച ശക്തി പോലും അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ ഇവരോട് ആ ലക്കും ഭാഗ്യമൊക്കെ നിന്നു, അതുകൊണ്ടാണല്ലോ ആ വ്യക്തി അവരെ തേടി പോയത്. ബട്ട് ഇപ്പോൾ എല്ലാം തിരിഞ്ഞിട്ടുണ്ട്. അവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കുറച്ചൊരു ബോൾഡ് എനർജിയിലാണ്. നേരത്തെ അവരുടെ പല പുറത്തുള്ള സംസാരം, ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി എല്ലാം കാണാം. അതിലൊക്കെ അട്രാക്റ്റഡ് ആയിരുന്നു, അതിനൊക്കെ അടിമപ്പെട്ടു പോയിരുന്നു, ഇമോഷൻസിനും അഡിക്റ്റായിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, അവരോടിപ്പോൾ ഈ വ്യക്തി കുറേ ഈഗോയൊക്കെ കാണിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നേരത്തെ ഈ വ്യക്തി നിങ്ങളോടായിരിക്കും ഒരുപാട് ഈഗോ കാണിച്ച് നിൽക്കുകയും അവരോടെല്ലാം പ്രകടിപ്പിച്ച് അവർക്ക് അനുകൂലമായി നിന്നിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങളോട് എന്താണോ കാണിച്ചത് അവിടെയും സെയിം ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തി ആ തേർഡ് പാർട്ടിയോട് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്. നേരത്തെ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ വ്യക്തി ഒരു സ്ട്രോങ് എനർജി ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് അവർ തമ്മിലുള്ള റിലേഷൻ വളരെ ഒരു സ്ട്രോങ് എനർജി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ബട്ട് ഇപ്പോൾ വളരെ വീക്കായിട്ടാണ് ഫീൽ ആകുന്നത് അവർക്ക്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ആ പഴയ ആ ബോണ്ട് അല്ലെങ്കിൽ ആ റിലേഷനോടുള്ള അവരുടെ താല്പര്യം ഇപ്പോൾ കുറഞ്ഞു പോയി എന്നാണ് കാണുന്നത്. അതവർക്ക് ഫീലാകുന്നു. അത് നേരത്തെ ഈ ബന്ധം എങ്ങനെയും അവർ എന്ത് പ്രശ്നം വന്നാലും നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും വാഗ്ദാനമൊക്കെ നൽകിയിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ആ തേർഡ് പാർട്ടിക്ക് ഫീൽ ആകുന്നത്. കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതെ നിങ്ങളുടെ വ്യക്തി മാറി നിൽക്കുന്ന എനർജിയാണ് ഫീൽ ആകുന്നത്. എന്തായാലും ഒരു വീക്ക് എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ആ തേർഡ് പാർട്ടിയോട് ഉള്ളത് എന്ന് അവർ ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നേരത്തെ ഈ വ്യക്തിയും അവരൊക്കെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് അവർ തമ്മിലൊരു നല്ലൊരു കണക്ഷനും ചേർന്ന് എല്ലാ കാര്യങ്ങളും അവർ ഡിസൈഡ് ചെയ്യുന്നു. ഇവർ പറയുന്നത് അവർ കേൾക്കുന്നു, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഈ വ്യക്തി, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് വെറും ഒരു ഓപ്ഷനായിരുന്നു, മൂന്നാമതൊരു ഓപ്ഷനായിരുന്നു എന്ന് ഈ തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഫീൽ ആകുന്നു. കാരണം അവർ പല കാര്യങ്ങളിലും ഇപ്പം വീക്കാവാനും സ്ട്രോങ് എനർജി ആയിട്ടും ഈഗോ കാണിച്ചൊക്കെ നിൽക്കാൻ തുടങ്ങി. മാത്രമല്ല സിറ്റുവേഷൻസും മാറാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഫീൽ ആകുന്നത്. ഇവരെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങളുടെ വ്യക്തി യൂസ് ചെയ്തു എന്ന് തേർഡ് പാർട്ടി ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാണ്ട്സ്, 3 ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇപ്പം നിങ്ങളുടെ വ്യക്തി ഇവരുമായിട്ടുള്ള ബന്ധം
മുൻപോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിൽ ആലോചിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ അങ്ങനെയല്ല, കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയെ തന്നെ ചൂസ് ചെയ്ത് പ്രയോറിറ്റി കൊടുത്തു നിന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഡൗട്ടാണ്. ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ, അതും ഇത് ഉണ്ടാക്കി പോയാലോ എന്ന് വരെ ചിന്തിച്ച് നിൽക്കുന്ന, ഇതിന് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് എന്നാണ് തേർഡ് പാർട്ടി ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. വീണ്ടും 3 ഓഫ് കപ്സും ഇവിടെ വന്നിട്ടുണ്ട്. അതും പറയുന്നത് അങ്ങനെയാണ്. നേരത്തെ അവർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു, ഹാപ്പി ആയിട്ട്. ഈ വ്യക്തിയും ഒരുപാട് സ്പെൻഡ് ചെയ്തിരുന്നു, പണം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി ആയിരിക്കാം, ഈ വ്യക്തിയുടെ എഫേർട്ട് എല്ലാം അവിടെ കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ അതെല്ലാം വെറും ആവശ്യത്തിനായിരുന്നു എന്ന് ആ തേർഡ് പാർട്ടി ചിന്തിക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ ഇവർ ഒന്നായിട്ട് അത്രയും ഹാപ്പി ആയിട്ടിരുന്ന കാര്യങ്ങളും ഈ തേർഡ് പാർട്ടി ചിന്തിച്ച് അവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിങ്സും അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, റിവീലായിരിക്കുന്നു ഇവർക്ക് പല കാര്യങ്ങളും, അവരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇവർ അറിഞ്ഞിരിക്കുന്നു എന്നും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വ്യക്തത കിട്ടിയിരിക്കുന്നു. അവരുടെ സ്വഭാവമായിരിക്കാം, അവരെന്തിനു വേണ്ടിയാണ് ഈ വ്യക്തിയെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു മണി, കുറേയൊക്കെ ഒരു ന്യൂ ബിഗിനിങ്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിക്ക് ചിലപ്പോൾ ലൈഫിൽ ചില നഷ്ടങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തി അവർക്കൊരു ന്യൂ സ്റ്റാർട്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. മണിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തിയും അവർക്ക് മണിയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. മണി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൂടെയൊക്കെ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അവർ ഈ വ്യക്തിയിൽ നിന്ന് തേർഡ് പാർട്ടി അത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ അവർക്ക് നഷ്ടമാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടായെങ്കിൽ, എല്ലാ കാര്യത്തിലും മണിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ നഷ്ടബോധം. കറണ്ട് പോയി. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ കാര്യങ്ങളിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആ വ്യക്തിക്ക് എന്താണോ വേണ്ടത്, ആ വ്യക്തിയുടെ കരിയർ ആയിരിക്കാം, മണിയായിരിക്കാം, ആ വ്യക്തി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആവാൻ തുടങ്ങി. നേരത്തെ ഇതിന് വളരെ പ്രയോറിറ്റി കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിന്ന വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് അതിലോട്ട് സ്പീഡായിട്ട് പോകാൻ തുടങ്ങി എന്നും ഈ തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. ബോട്ടത്തിൽ 7 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് വളരെ കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അവർ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും. അവർക്ക് ആകെ കൂടെ കൺഫ്യൂഷനാണ്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോഴേ കൺഫ്യൂഷനാണ്. ഈ വ്യക്തി എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളിലും അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ മുമ്പിലും കുറേ കാര്യങ്ങളുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടി ഇപ്പോൾ പേടിക്കുന്നു. അവർക്ക് അവർ വിചാരിച്ചതുപോലെ ഒന്നും ഇനി അങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ല എന്നുള്ള ഒരു പേടി അവർക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല അവർ ഒരു ഓപ്ഷൻ ആണെന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.